ഇവിടെയുള്ളവര് എനിക്ക് അത് തുറന്നു പറഞ്ഞുകൊണ്ട് എന്നോട് വിഷമവും തോന്നരുത്. സാധാരണ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഈ പട്ടികളോടും നായ്ക്കുട്ടികളോടൊക്കെ വളരെ വെറുപ്പാണെന്നും അവരിതുങ്ങളെ ഉപദ്രവിക്കുന്നതാണ് പൊതുവെയുള്ള ഒരു ധാരണ. പക്ഷെ അത് ഞാൻ തിരുത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് ഈ 3 ഓഡിറ്റോറിയവും ഇസ്ലാമിൻ്റെതാണ്, മുസ്ലിങ്ങളുടേതാണ്. മാത്രമല്ല ഞങ്ങൾക്ക് ഈ ഷവർമ്മ തരുന്ന ഈ ഹോട്ടലുകളെല്ലാം മുസ്ലിമിൻ്റെതാണ്. അപ്പൊ ഇതെടുക്കാൻ പോകുമ്പോ തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ 3-4 പട്ടികളുണ്ടാവും. അവരിന്ന് വരെ അതിനെ മാറ്റിയിട്ട് വരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പട്ടികൾക്ക് കൊടുക്കാനല്ലേ ഞങ്ങൾക്ക് ഇവിടെ ആഹാരമില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ മറ്റ് ജാതി സമുദായത്തിലുള്ളവർ, ഇതൊരു വർഗീയമായിട്ട് എടുക്കരുത്, മറ്റു ജാതി സമുദായത്തിലുള്ളവര് ഞങ്ങള് ഇപ്പൊ ഹിന്ദുക്കളുടെ കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാറുണ്ട്. അതിന് ചെല്ലുമ്പോൾ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഇതിനെ കൊണ്ട് നടക്കുള്ളൂ. കാരണം ഇത് വയ്യാത്ത കൊണ്ടാണ്. അവര് കാണാൻ പറയാം അതുങ്ങളെ പട്ടികളൊക്കെ എടുത്ത് മാറ്റണം, ഇവർക്ക് പട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കൊടുക്കണ്ട, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിഭാഗം അവര്, ഞാൻ പറയുന്നു, എന്റെ ജീവിതത്തിൽ വലിയൊരു നാഴികക്കല്ല എന്റെ മക്കൾക്കും എനിക്കും എന്റെ കുടുംബത്തിനും. ഇന്ന് ഞങ്ങള് ഒരു 10 വർഷം മുമ്പ് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വരെ ഞങ്ങളെ കൈപിടിച്ചുയർത്തിയത് ഒരു ഇസ്ലാമാണ്. അതിന്റെ പേര് പറഞ്ഞ എനിക്ക് വിഷമമൊന്നുമില്ല. കൊല്ലത്തെ ഡെപ്യൂട്ടി മേയർ നൌഷാദ് ഖായാണ് ഞങ്ങളെ ആ അവസ്ഥയിൽ നിന്നും നല്ലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഇന്നും ഞങ്ങൾക്ക്, ഇന്ന് MLA, അന്ന് ഡെപ്യൂട്ടി മേയറായിരുന്നു. ഇന്നും ഞങ്ങൾ ഇസ്ലാമിന്റെ, ഞാൻ തുറന്നു പറയുന്നതുകൊണ്ട് എന്നോട് വൈരാഗ്യം, എനിക്കതിൽ വലിയ വിഷയമൊന്നുമില്ല. കാരണം ഞാൻ ജീവിതത്തിൽ എന്റെ ഭാര്യ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാനൊരു കൂലിപ്പണിക്ക് പോയി. എന്റെ ഭാര്യ മുസ്ലിം പള്ളികളില് വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും നേർച്ച മേടിക്കാൻ പോയിരിക്കും. അതിനു മുമ്പ് അമ്പലങ്ങളിൽ പോയിരുന്നിട്ടുണ്ട്, ക്രിസ്ത്യൻ പള്ളിയിൽ പോയിരുന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു പ്രതിഫലവും അല്ല ഒരു മുസ്ലിം പള്ളിയിൽ നിന്ന് കിട്ടുന്നത്. അവരാദ്യം ചോദിക്കുന്നത്, എനിക്ക് ഇപ്പോഴും ഈ ഇസ്ലാമിന് ഒരു ഏറ്റവും കൂടുതൽ വിശ്വാസവും അവരെ ഞാൻ അനുകരിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അത് മാതൃകയാക്കണമെന്ന് പറയുന്നത്, അവര് ഒരു മുസ്ലിമിനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ, ഞങ്ങൾ ജോലി ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത്, നിങ്ങൾ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നു. അത് എനിക്കെന്റെ ഒരു 40 വയസ്സ് മുതൽ, കാരണം ഞങ്ങൾ ഈ ഉള്ളാടന്മാര് മറ്റു വീടുകളിൽ പോയി ഭക്ഷണം യാചിച്ച് ജീവിക്കുന്നൊരു കാലഘട്ടത്തിലും പല വീടുകളിൽ കയറി അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഈ പേപ്പട്ടിനെ ഓടിക്കുന്നതുപോലെ ഓടിച്ചു കഴിയുമ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വാതിക്കലൊരു ഫോട്ടോ കാണും. ആ ഫോട്ടോയിൽ കുറച്ച് അറബി വാക്കുകൾ കാണും. അപ്പൊ എന്താണെന്നറിയാൻ എൻ്റെ അമ്മയ്ക്കും എനിക്കും വളരെ കുളിർമയാണ്. കാര്യം അവിടെ നിന്ന് ഉറപ്പായിട്ടും ഭക്ഷണം കിട്ടും. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഭക്ഷണം കിട്ടും. ഇന്നും ഈ മക്കൾ ജീവിക്കുന്നത് ഇസ്ലാമിന്റെ ആ ഒരു സഹായത്തോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത്. പിള്ളേർ ഞങ്ങളെ ഈ ഒറ്റപ്പെടുത്തി ഈ ബലിമൃഗങ്ങളെ പോലെ വേട്ടയാടുമ്പോഴും ഇവിടെ ഈ വടതല ഭാഗത്തുള്ള, അരുക്കുറ്റി ഭാഗത്തുള്ള, അല്ല കേരളം മൊത്തം പറയാം, മുസ്ലിം സഹോദരങ്ങളാണ്, സഹോദരിമാരാണ് ഇവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത്. അവരാണ് ഈ യൂണിഫോം മുഴുവൻ മേടിച്ചു കൊടുത്തിരിക്കുന്നത്. എനിക്ക് അത് പറയുന്നത് കൊണ്ട് ആരെല്ലാം എന്നോട് എന്തെല്ലാം പറഞ്ഞാലും, അപ്പൊ എനിക്ക് എന്റെ ഈ 45 വയസ്സ് കാലം മുതൽ എന്റെ മൂത്ത സഹോദരിയെ വിവാഹം കഴിക്കുന്ന ഒരു മുസ്ലിമാണ്. ആ മുസ്ലിം വിവാഹം കഴിച്ച് എന്റെ വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ വിവരം എന്താണെന്നും സംസ്കാരം എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും പുണ്യം എന്താണെന്നും നന്മ എന്താണെന്നും ഞാൻ അറിയണത് എന്റെ മൂത്ത സഹോദരിയെ ഒരു ഇസ്ലാം കല്യാണം കഴിച്ചതിന് ശേഷം മാത്രമാണ്. അതിനുശേഷം ഇന്ന് വരെ ഞാൻ കള്ളം പറയുകയോ കള്ളം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഒരു മുസ്ലിം സഹോദരൻ, അതായത് എന്റെ ഭാര്യ ചന്ദ്രൂര് ഒരു മസ്ജിദിൽ ഇരിക്കുമ്പോ അവിടെ നിന്ന് വന്ന ഒരു ഉസ്താദ് വന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോ പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവമുണ്ടാകുന്നവർ, അവിടെ അള്ളാഹു എന്നോ ക്രിസ്തു എന്നോ കൃഷ്ണനെന്നല്ലോ അദ്ദേഹം പറഞ്ഞത്, അവിടെയാണ് ഇസ്ലാമിന്റെ ഒരു എന്താണ് അതിന് പറയുക, ഒരു നന്മ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ദൈവമുണ്ടാകും,
അതുകൊണ്ട് സഹോദരി നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ബന്ധപ്പെട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തി തരാമെന്നാണ് അവർ പറഞ്ഞത്. ആ സമാധാന വാക്ക് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് അരിയും തുണിയും ഭക്ഷണവും തന്നുവിട്ട് ഞങ്ങൾ അന്ന് ഇവിടെ വന്ന് എൻ്റെ ഭാര്യ പറഞ്ഞ ഭാഷ ഇതാണ്: നമ്മൾ മരിക്കാൻ സമയമായിട്ടില്ല. നമുക്ക് വേണ്ടി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്ന കുറച്ച് സഹോദരങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ആ പള്ളി മുഖാന്തരം, ചന്ദ്രൂര് പള്ളി മുഖാന്തരം ഇവർക്ക് ചെയ്തു കൊടുക്കാമെന്നുള്ള ആ ഒരു ഉസ്താദിന്റെ വാക്ക് കേട്ടു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇന്നും വടുതല ഹോട്ടലുകളിൽ നിന്നും അവർക്ക് ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കല്യാണ മണ്ഡപങ്ങളിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നതിന്റെ 99% ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയുന്നതിന് 99% ഉത്തരവാദിത്വം ഈ ഇന്ത്യയിലെ തന്നെ അല്ലെ കേരളത്തിലെ ഈ മുസ്ലിം സഹോദരങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ന ഒരു ആദിവാസിയും ഈ എൻ്റെ കുടുംബവും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല എന്ന് തന്നെ ഞാൻ പറയും. ഒരിക്കലും ഈ ഇപ്പൊ എൻ്റെ അച്ഛനായിട്ട് തന്നെ ഇത് വളർത്തി വലുതാക്കിയ ഒരു രീതിയാണ്. അച്ഛൻ അന്ന് പറയുമായിരുന്നു, ഒരു പിടി ചോറ് നമ്മൾ കൊടുക്കണമെങ്കിൽ നായ്ക്കുട്ടികൾക്ക് കൊടുക്കുക, പട്ടികൾക്ക് കൊടുക്കുക, അവർ നന്ദി കാണിക്കുന്നു. അങ്ങനെ ഈ കേരളത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട പട്ടികളും ഇപ്പൊ ഒരു 45-50ഓളം നായ്ക്കളുണ്ട്. ഇപ്പൊ തൃപ്പൂണിത്തറയില് ഒരു ചേച്ചിയുണ്ട്, അവരുടെ കയ്യിലൊരു 45 പട്ടികളുണ്ടെന്നാണ് പറയുന്നത്. അതിന് ഞാൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് പല ആൾക്കാരും എന്നെ വിളിച്ചിരുന്നു. അവരെ ചതിച്ചതാണ്. അവരെ ഈ നായ്ക്കുട്ടികളൊക്കെ ഏൽപ്പിച്ചിട്ട് തൽക്കാലം 500-1000 രൂപയും കൊടുത്ത് ഇപ്പൊ അവർക്ക് ഒരു നിവൃത്തിയില്ല. ഇന്ന് രാവിലെ വിളിച്ചതാണ്. അപ്പൊ അതുകൂടി വരികയാണെങ്കിൽ എന്തായാലും ഒരു 75 പട്ടിയോളം നമുക്ക് കാണും. ചെലവ് പ്രത്യേകിച്ച് കയ്യിൽ നിന്ന് കാശ് എനിക്ക് കിട്ടുന്ന, ഇപ്പൊ ഞാൻ സാധാരണ കൂലിപ്പണിക്കാണ് പോണത്. അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട്. അതിനേക്കാൾ ഉപരി എല്ലാ ഞായറാഴ്ചയും ഇവിടെ തൊട്ടടുത്ത് ഒരു 4-5 ഓഡിറ്റോറിയങ്ങളുണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ ഞങ്ങള് വേസ്റ്റ് എടുക്കാൻ വേണ്ടി പോകും. അപ്പൊ ആ വേസ്റ്റ് എടുക്കുമ്പോൾ ഒരു ഓഡിറ്റോറിയത്തിന് 3000 രൂപ അവിടുത്തെ ക്ലീൻ ചെയ്യുന്നതിനും അവിടെ ബാക്കി വരുന്ന ഭക്ഷണം മുഴുവനും ഞങ്ങൾക്ക് തരും. അങ്ങനെ 3 ഓഡിറ്റോറിയത്തിൽ എനിക്ക് എങ്ങനെ വന്നാലും ഒരാഴ്ച 9000 രൂപ 8000 രൂപ എനിക്ക് വരുമാനം കിട്ടും. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ പുല്ല് വെട്ടുന്ന മെഷീനുണ്ട്. ഞാൻ ഈ പുല്ല് വെട്ടാൻ വേണ്ടി ഞാനിവിടെയൊക്കെ നടന്ന് അതിന് ഒരു ദിവസം പുല്ല് വെട്ടുന്ന എനിക്ക് 3000 രൂപ കിട്ടും. അപ്പൊ ഈ കല്യാണത്തിൽ നിന്ന് കിട്ടുന്നതും പിന്നെ ഹോട്ടലിൽ നിന്ന് ഷവർമയുടെ ബാലൻസ് ഞങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടും ഇതിന് ആഹാരത്തിനൊരു കുറവില്ല. പിന്നെ പല ആൾക്കാരും ഇത് അറിയുന്നവര് ഞങ്ങൾക്ക് അരിയായിട്ട് സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികപരമായി സഹായിക്കുന്നുണ്ട്. ഇവന് വയ്യാത്തവനാണ്. ഇവന്റെ കാല് മുറിച്ചതായി. രാജേഷ് ഇതല്ല, ഇവനല്ല, മറ്റവൻ. ഇതാണ് റെമ്പോച്ച. ഇതാരാണ് മോനെ? അങ്കിള് ടാറ്റ കൊടുത്തു. ടാറ്റ കൊടുത്ത് ഇതാരാണ്?